ിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ക്യാഷിംഗ് എന്താണ് ക്യാഷെ, ലാറവലിൽ ക്യാഷെ എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, അതൊരു ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ക്യാഷെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ. ഓക്കെ, സോ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പാക്കേജിനെ പറ്റിയാണ് ആക്ച്വലി. ഓക്കെ, ഒരു പാക്കേജ് ലാറവലിൽ ക്യാഷിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാക്കേജ്, വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു പാക്കേജാണ് വരുന്നത്. സോ അതെന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഫസ്റ്റ് ടൈം നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വഴി കണ്ടുവരിക. ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഓരോ വീഡിയോസും കണ്ട് ബിഗിനിങ് മുതൽ, ഒന്നും അറിയാത്ത ആൾക്കാരാണ് വരുന്നതെങ്കിൽ ബിഗിനിങ് മുതൽ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ വിധത്തിലുള്ള ഐഡിയയും കിട്ടും. സോ അത് നോക്കുക. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒന്നുമില്ല, നമുക്ക് നേരെ ഇതിൻ്റെ അകത്തേക്ക് പോവാം. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറവലിൻ്റെ മോഡൽ ക്യാഷിംഗ് ആണ് വരുന്നത്. സോ ഓക്കെ, മോഡൽ എന്ന് പറയുന്ന MVCയിലെ മോഡൽ എന്ന് പറയുന്ന സാധനമല്ലേ, ആ സംഭവം തന്നെയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ജസ്റ്റ് ലാറവൽ മോഡൽ ക്യാഷിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടല്ലോ, ഈ ഫസ്റ്റ് റിസൾട്ട് ഉണ്ടോ, എന്തുവാ, ജെനി ലാബ്സ് ലാറവൽ മോഡൽ ക്യാഷിംഗ് ഗിറ്റ്ഹബിൻ്റെ ലിങ്ക് ഉണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇതാണ് ഇവരുടെ റെപ്പോസിറ്ററി. ഇതൊരു പാക്കേജാണ് ആക്ച്വലി, എലക്വൻറ്റ് മോഡൽ ക്യാഷിംഗ് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് നോക്കിയാൽ 1.9K സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഞാനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇതിൻ്റെ യൂസ്ഫുൾ എന്താണെന്നുള്ളതാണ് പിന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊരു പാക്കേജാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്താവണം, കമ്പോസർ എന്ന് പറയുന്ന ഡിപ്പെൻഡൻസി മാനേജർ വെച്ചിട്ട് നമുക്ക് നേരെ എന്താക്കണം, അതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇൻസ്റ്റാളേഷൻ ഗൈഡിലേക്ക് വന്നു. കമ്പോസർ റിക്വയർ ജെനി ലാബ്സ് ലാറവൽ മോഡൽ ക്യാഷിംഗ്. സോ ഇത് നമുക്ക് റൺ ചെയ്യാം. സോ എവിടെ പോയി നമ്മുടെ ടെർമിനൽ, വാമനെ ടെർമിനലിലേക്ക് വന്നു. ഇവിടെ വന്നു, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ക്ലിയർ, എൻ്റർ അടിക്കുന്നില്ല. അപ്പോഴത്തേക്ക് പോയോ, അയ്യോ പ്രശ്നമുണ്ടല്ലോ, സംതിങ്. എന്താണിത്, റിക്വയർ സാറ്റിസ്ഫൈ കമ്പോസർ റിക്വയർഡ്. Okay, satisfied with any required found cache version beta. ഒരു മിനിറ്റ്, മേ ബി ഞാൻ ലാറവലിൻ്റെ 8 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. സോ മിക്കവാറും അതിൻ്റെ റിലീസിൻ്റെ തരമായിട്ടുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഏതാ, 0.12.2. സോ നമുക്ക് 0.11 ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. 0.11 നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. എവിടെയോ പ്രശ്നമുണ്ട്, ഇതിലേക്ക് വന്നാവോ, ഇല്ല, ഒരു മിനിറ്റ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇത് കണ്ടുപിടിക്കണം. റിക്വയറിൽ ലാറവൽ മോഡൽ ക്യാഷിംഗ് എന്ന് പറയുന്നതിൻ്റെ 2 കോഡ്സിൻ്റെ അകത്ത് 0.11 കൊടുക്കാം. ഓക്കെ, ഒരു ഈ സാധനത്തിനടുത്ത് കൊണ്ടിടാം. ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിക്കോട്ടെ. ജസ്റ്റ് കമ്പോസർ അപ്ഡേറ്റ് അടിക്കാം. ഓക്കെ, ഒക്കെ വർക്കാവുന്നു. യെസ്, ലോഡാകുന്നുണ്ട്. നോക്കിയൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളത്. സോ എങ്ങനെയാണ് പാക്കേജിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മുന്നത്തെ വേർഷനിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റിലീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടാവും കേട്ടോ. ഈ ഏത് റെപ്പോസിറ്ററി ആണെന്നുണ്ടെങ്കിലും റിലീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടാവും. സോ അവിടെ പോയി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നത്തെ റിലീസും കാര്യങ്ങളും എടുത്താൽ മതിയാവും. നോക്കിയൊക്കെ നമുക്കിത് വർക്കാവുമോ എന്നുള്ളത്. ഓക്കെ, സോ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര മോഡൽസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, യൂസർ അഡ്രസ്സ് ഉണ്ട്. നമ്മൾ എൻ്റെ കോഴ്സ് ഫുൾ ഒറ്റ പ്രൊജക്റ്റ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. സോ ഈ സ്ഥലത്ത് നമുക്ക് എന്താക്കണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ ഉണ്ട്. അതൊന്നും വേണ്ട തൽക്കാലം. നമ്മൾ വേറെ ഒന്ന് ക്യാഷ് എനേബിൾ ചെയ്യുന്ന, വേറെ ഏതെങ്കിലും
ക്യാഷെ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അതൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനിയിപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളെ യൂസേഴ്സിൻ്റെ പേജ് ആണല്ലോ, യൂസേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വ്യൂ പേജിലേക്ക് പോവാം. ഈ അഖിൽ എന്ന് പറയുന്ന വ്യൂ പേജിൽ എന്തോ എററുണ്ട്. സോ നമുക്ക് ഇതിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല, ഡാറ്റ ഇല്ലാത്തതിൻ്റെ എന്ത് പ്രശ്നമായിരിക്കും കേട്ടോ, നമ്മളതൊന്ന് വാലിഡേറ്റ് ചെയ്യുന്നില്ലല്ലോ. സോ ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ അഡ്രസ്സ്, കാര്യങ്ങൾ, എൻ്റെ ഓർഡേഴ്സ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ റിലേഷൻ വെച്ചിട്ടും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മളിവിടെ ബൈൻഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. സോ ഈ പേജിലേക്ക് വരുന്ന സമയത്ത് എത്ര കൊറിയർ ഉണ്ടാകുന്നുണ്ട്? 4 കൊറിയർ ഉണ്ടാകുന്നുണ്ട്. അതിലൊരു കൊറി ഒതൻറ്റിക്കേഷനാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ബാക്കിയുള്ള 3 കൊറി, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സിൻ്റെ അകത്തിൽ ഈ യൂസർ ഐ ഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന, അതേപോലെ യൂസർ അഡ്രസ്സ്, ഓർഡേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസർ അഡ്രസ്സിനെയും ഓർഡേഴ്സിനെയും നമ്മൾ എന്താക്കുന്നത്, ജസ്റ്റ് ഒന്ന് ക്യാഷ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഈ മോഡലിനെ കംപ്ലീറ്റ്ലി ക്യാഷ് ചെയ്യാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് യൂസർ അഡ്രസ്സ് എന്ന് പറയുന്ന മോഡലിനെ നമുക്ക് ക്യാഷ് ചെയ്യാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവരും എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാം. ഒന്ന് സൂം ചെയ്തുതരാം. ഇതിൻ്റെ അകത്ത് ഈ നെയിം സ്പേസിനെ വിളിക്കുന്നുണ്ട് യൂസ്, ആ സംഭവത്തിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് കിട്ടുക. ഓക്കെ, നമ്മളെ മോഡലിൽ കൊണ്ടുവന്ന് കിട്ടുക. ഓക്കെ, ക്യാഷബിൾ എന്നുണ്ട്. എന്നിട്ട് ഈ ട്രേറ്റിനെ നമുക്ക് ഇവിടെ നമ്മളെ മോഡൽ ഏതാണോ അതിൻ്റെ ഉള്ളിൽ യൂസ് ആസ് ഫാക്ടറി എന്നുണ്ട് എഴുതിയിട്ടുണ്ട്. സോ ഇങ്ങനെയല്ല, ഇങ്ങനെ കോമ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഞാൻ താഴത്ത് നേരത്തെ എഴുതിയ പോലെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സംതിങ് പ്രോബ്ലം, ക്യാഷബിൾ, അൺഡിഫൈൻഡ് ടൈപ്പ് ക്യാഷബിൾ. മാറിപ്പോയോ? ഇല്ലല്ലോ, കറക്റ്റാണല്ലോ. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കിയൊക്കെ എന്താ സ്ഥിതി എന്നുള്ളത്. സപ്ലൈ ഇത് കാണിക്കുന്നതാണോ അതോ ശരിക്കുള്ള എററാണോ എന്നുള്ളത്. സോ റീഫ്രഷ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്യുന്ന സമയത്തും യൂസർ അഡ്രസ്സിൻ്റെ ഇതിലല്ലേ നമ്മൾ പെട്ടത്, അതെ യൂസർ അഡ്രസ്സിൻ്റെ ഇട്ടു, അത് റൺ ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നോക്കിയാൽ കണ്ടോ, 3 കൊറിയായിട്ട് മാറി. 3 കൊറിയായിട്ട് മാറിയ സമയത്ത് എൻ്റെ യൂസർ അഡ്രസ്സിൻ്റെ കൊറി കംപ്ലീറ്റ്ലി ക്യാഷ് ചെയ്ത് പോയി. സോ ഈ ക്യാഷ് ചെയ്ത് പോയിട്ട് ഇത് നേരെ അവിടെ ക്യാഷിൽ അത് കയറി കടന്നോളൂ. ഇതിൻ്റെ അകത്ത് ക്യാഷിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഡീബഗ് ബാറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ടൈം ലൈൻ മെസ്സേജസ്, ക്യാഷ്ഡ് ഡാറ്റേനെ കാണിക്കുന്ന ഒരു സ്ഥലം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നേ, കാണാനില്ല. അതായത് നിങ്ങൾ ക്യാഷ് ചെയ്ത ആ ഡാറ്റ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്, അത് കാണാനില്ല, അത് എവിടെയോ പോയി തോന്നുന്നു. സോ ഇതേപോലെ ഈ ടേബിളിനെ കംപ്ലീറ്റ്ലി ക്യാഷ് ചെയ്ത് അങ്ങ് വെക്കുക. ഇനിയിപ്പോൾ എന്താ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഇത് ക്യാഷ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എന്നിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ മോഡലിൽ ഒരു ഇൻസേർഷനോ അപ്ഡേഷനോ ഡിലീഷനോ 3 കമാൻഡാണ് അവർ പറയുന്നത്. 3 മെത്തേഡ്സ്, അപ്ഡേറ്റ്, ക്രിയേറ്റ്, ഡിലീറ്റ്. ഈ 3 എണ്ണം നടക്കുന്നത് വരെ ഇവർ ഇത് ക്യാഷിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുള്ളൂ നമ്മൾ ഈ മോഡലിലെ ഡാറ്റേനെ. അതാണ് ഈ മോഡലിൻ്റെ പാക്കേജിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇവർ നേരെ എപ്പോഴും ഇത് നമ്മൾ ഈ ട്രേറ്റ് ഇവിടെ വിളിച്ചുകൊണ്ട് നേരെ ക്യാഷിംഗ് എന്നുള്ള ഡാറ്റ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഡിലീഷനോ അല്ലെങ്കിൽ പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത സമയത്തോ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ക്യാഷ് ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് എന്താക്കും, പുതിയ ഡാറ്റ എടുത്തിട്ട് കൊണ്ടുവന്നോളും. സോ നമുക്ക് എന്താക്കും, ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ കൺട്രീസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ടാക്കുക. കൺട്രീസ് എന്ന് പറയുന്ന ടേബിളിൽ ഒരു യൂസർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തൊക്കെ കൺട്രീസിൻ്റെ ലിസ്റ്റ് കാണിക്കുന്ന അതിൽ ഏതാ കൺട്രീസ് ആണ്. അപ്പോൾ ഈ കൺട്രീസ് എപ്പോഴും ടേബിളിൽ ഡാറ്റാ പോയിട്ട് എടുത്ത് നോക്കേണ്ട, എടുത്ത് ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് നേരെ ഒറ്റ ക്യാഷിൽ ഈ മോഡലിനെ ഇതാക്കി സെറ്റാക്കിയൊക്കെ മോഡലിനെ ഈ പാക്കേജ് അങ്ങ് ഇട്ടിട്ട് ക്യാഷ് ചെയ്ത് വെക്കുക. പിന്നെ ജീവിതകാലം ഫുള്ളായിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ കടന്നോളും. പിന്നെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയ തരത്തിലുള്ളൊരു യൂസറിനെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സീഡർ വഴിയോ എങ്ങനെയെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് മെത്തേഡാണ് വിളിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഫ്ലഷ് ചെയ്തിട്ട് എന്താക്കും, പുതിയ ഡാറ്റ എടുത്തിട്ടു. സോ അതുകൊണ്ട് ഈ മോഡൽ ക്യാഷിങ്ങിൻ്റെ ഇതേപോലെ എത്ര ടേബിൾസിന് എത്ര മോഡൽസിനുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഓതറൈസേഷൻ ടേബിളിൽ നിങ്ങളിത് ചെയ്യാൻ പാടില്ല. അതായത് യൂസർ എന്ന് പറയുന്നതാണ് എൻ്റെ ഓതറൈസേഷനും വരുന്നത്, അതായത് ലോഗിൻ ചെയ്യുന്നതും. ഇതിലൊരിക്കലും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്യാഷിങ് ചെയ്ത് മോഡൽ ക്യാഷിങ് ചെയ്ത് നോക്കാൻ പറ്റും. അവരുടെ ഡോക്യുമെൻറ്റേഷൻ തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല അത്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസറിനെ നമ്മൾ ക്യാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസറിനെ ബാക്കെൻഡിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഡിലീറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും ഇത് ആൾ മുപ്പര് ഇവിടെ തന്നെ നിൽക്കുന്ന പോലെ തന്നെ കൺസിഡർ ചെയ്തിട്ട് നിൽക്കും, ഒതൻറ്റിക്കേഷനിൽ ഡാറ്റ ഉണ്ടോ എന്നുള്ള ലെവലിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരിക്കലും ഇവർ ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ഇവരുടെ ഡോക്യുമെൻറ്റേഷനിൽ തന്നെ പറയുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ കാണിച്ചുതരാം. ഇതാ exception user model, we would not recommend caching the user model as with the special cache since it extends to all the user ലേക്ക് പോകുന്നത് കൊണ്ട് ഇതെന്തായാലും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ലെവലിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ
ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഈ പാക്കേജ് എന്ന് പറയുന്നത്. അതായത് ക്യാഷിങ്ങിന് വേണ്ടിയിട്ട് മെയിൻലി ഇതാ ചെയ്യുന്നതാണ് കാര്യങ്ങൾ. ഇതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾ പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിസോ അല്ലെങ്കിൽ മെം ക്യാഷിലോ അങ്ങനത്തെ ഏതെങ്കിലും സെർവേഴ്സ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുക. ക്യാഷിൻ്റെ നല്ല പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ ക്വറീസും ഒപ്റ്റിമൈസ് ചെയ്തിട്ട് എല്ലാ ലെവലിലേക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഈ ലാറവൽ മോഡൽ കാഷിംഗ് എന്ന് പറയുന്ന പാക്കേജിനെ പറ്റിയിട്ട്. സോ ഈ പാക്കേജ് മാക്സിമം എല്ലാ ഇതിനകത്ത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ക്വറീസും കാര്യങ്ങളും എല്ലാം പഠിച്ച ഒരു ഐഡിയ വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ ഓടിപ്പോയി ക്യാഷ് ചെയ്ത് വെക്കാൻ നിൽക്കില്ല. നിങ്ങൾ ദയവ് ചെയ്ത് പഠിച്ചു വരുന്ന പിള്ളേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നൈസ് ആദ്യം തന്നെ എന്താക്കുക, നിങ്ങൾ ക്യാഷിംഗ് ഒക്കെ ഒഴിവാക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് നോളജിന് വേണ്ടി മാത്രം പറഞ്ഞു തരുന്നുള്ളൂ. ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പാക്കേജസിൻ്റെ പേര് പറയുക, ഏതാണ് നിങ്ങൾ കോമൺലി യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാക്കേജസ് ആണ്. പെർഫോമൻസ് ലെവലിലേക്ക് നിങ്ങൾ അവരെ ആ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കോ ഇവന് ഈ പെർഫോമൻസ് അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും പെർഫോമൻസ് ലെവലിലേക്കുള്ള തിങ്ക് ചെയ്യാനുള്ള നോളജ് ഉണ്ട് എന്നുള്ള ലെവലിൽ അവർ മനസ്സിലാക്കുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം, ക്യാഷിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങളിത് കറക്റ്റായിട്ട് നോക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് നോക്കട്ടെ. അതിനനുസരിച്ച് നല്ല ടോപ്പിക്സ് നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ അങ്ങ് എഴുതിയിട്ടോ എങ്ങനെ ഉണ്ടെന്നില്ല, ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളതും കൂടി ഒന്ന് പറയാം. മോഡൽ ക്യാഷിങ് നിങ്ങൾക്ക് അറിയായിരുന്നോ അതോ അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നോ, എങ്ങനെ ഉണ്ടെന്നുള്ള ലെവലിൽ പറയട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഏതെങ്കിലും ടോപ്പിക്സ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പറയണമെന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് പേര് പറഞ്ഞ വാട്സപ്പിലും കാര്യങ്ങളിലൊക്കെ വന്ന കുറേ പോയിന്റ്സ് കിടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതലായിട്ട് ആൾക്കാർക്ക് വേണമെന്നുണ്ടെന്നുണ്ട്, അറിയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് തന്നെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിങ്ങനെയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ ബൈ.